നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എലഗൻ ലുക്കുള്ള ഹെയർ ബാൻഡാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഈ കാണുന്ന പോലത്തെ സ്റ്റോൺസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് B7000ൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മെറ്റൽ ഹെയർ ബാൻഡ് ആണ്. നിങ്ങൾക്ക് ഏത് ഹെയർ ബാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതലും നല്ലത് മെറ്റൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡില്ലേ അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സാറ്റിൻ കവേർഡ് യൂസ് ചെയ്യുന്നതിലും നല്ലത് ഇതുപോലത്തെ ബേസ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ സ്റ്റോൺ ചെയിൻ ആണ്. നിങ്ങൾക്ക് ഏതൊരു കളറിലെ സ്റ്റോൺ ചെയിൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാൻ ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കർവുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കർവിലൂടെ കറക്റ്റായിട്ട് നമ്മളുടെ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾ മാക്സിമം കർവുകളൊക്കെ ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക, അതായത് ഒരേ അളവിൽ കർവുകളൊക്കെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സെയിം മോഡൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചീച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റോൺ ചെയിൻ വെച്ച് ഒട്ടിച്ച് പോകുക. ആദ്യമേ തന്നെ നമ്മളിങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് പോകുന്നതിലും നല്ലത് നമ്മൾ ഓരോ പ്രാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ച് പോവുക, എന്നിട്ട് പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്കൊരു വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ലെങ്ത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 എൻഡിലും സെയിം ലെങ്ത്ത് വിട്ടിട്ടാട്ടോ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ബേസിൽ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ കർവിൻ്റെ ഉള്ളിലും, അതായത് ഹോൾ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലും ഇതുപോലെ 2 സ്റ്റോൺസ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മൾട്ടി കളറിലെ സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് ഏത് കളറിലെ സ്റ്റോൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു മഴത്തുള്ളിയുടെയൊക്കെ ഒരു ഷേപ്പുള്ള കുന്തൻ സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റോണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ അവിടെ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വെറുതെ ഈ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ മൊത്തത്തിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഗ്ലൂ ഗൺ അവോയ്ഡ് ചെയ്യുക. ഇതുപോലത്തെ B7000 അല്ലെങ്കിൽ ഫെവിബോണ്ടോ അങ്ങനെ ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഗ്ലൂ ഗൺ ഉപയോഗിക്കേണ്ട. പെട്ടെന്ന് പൊട്ടി കിട്ടും, പക്ഷെ പെട്ടെന്ന് അത് പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഗ്ലൂ ആകുമ്പോൾ അതവിടെ സെക്യൂറായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. ഇതിനും നമ്മൾ മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കപ്പ് ചെയിൻ അല്ലെങ്കിൽ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഹാഫ് ബീഡ്സും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ക്യാൻവാസിൽ ഇതുപോലെ ഒരു ബോർഡ് ഷേപ്പിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾക്ക് ബേസ് ആയിട്ട് എടുക്കാനും ഒന്ന് നമുക്കത് കവർ ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ സെയിം ആയിട്ട് 2 ബോ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെൽറ്റ് ഷീറ്റിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് ഷീറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ബോർഡറിലായിട്ട് സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ കർവിലൊക്കെ ഇതുപോലെ സ്റ്റോൺ ചെയിൻ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ സാവധാനത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റിൽ ഈ കർവുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ വെറുതെ വെച്ച് നോക്കുന്നതിലും എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ ഗ്ലൂയുടെ മുകളിൽ സ്റ്റോൺ ചെയിൻ ഒട്ടി പൊക്കോളും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ബോയ്ക്ക് നമുക്ക് ബോർഡർ എന്ന പോലെ ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല പോലെ ഒട്ടി നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ മൊത്തം വൈറ്റ് പാർട്ടായിട്ട് കാണാനാണ്. അപ്പോൾ ഞാനൊരു ഹാഫ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് കളറിലെ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.
പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. മാക്സിമം എല്ലാ പോലെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് പുതിയ പുതിയ കോണ്ടന്റുകളൊക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഹെയർ ബാൻഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒട്ടിച്ച് കൊടുത്ത ഒരു ബോ ഷേപ്പ് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ B7000 യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഹാഫ് ബീഡ്സ് വെച്ച് ഇങ്ങനെ ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ 2 ഹെയർ ബാൻഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ മിനിറ്റുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയണം. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ആയിട്ടിടണം കേട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുക. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ ബാൻഡ്, ഫസ്റ്റ് ഹെയർ ബാൻഡിൻ്റെയും ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.